ആറ്റിങ്ങൽ നഗരസഭ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നഗരസഭ കൗൺസിൽ ഹാളിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ RS രേഖയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. സായി ഗ്രാമത്തിന്റെ സഹായത്തോടെ വലിയകുന്ന് ആശുപത്രിയിൽ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിൽ ഇതുവരെ 17,545 ഡയാലിസിസ് നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭവന പദ്ധതികളൊന്നും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ നഗരസഭയുടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് 100 വീടുകൾ നൽകി മാതൃകയാകാനും നമുക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ ഇതിന്റെ തുടർച്ചയായിരിക്കും സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നേട്ടമാണ് ഈ കാലയളവിൽ സർക്കാരിന്റെ സഹായത്തോടെ നാം കൈവരിച്ചത്. അടച്ചുപൂട്ടൽ ഭീഷണി പോലും നേരിടുന്ന നമ്മുടെ ചില വിദ്യാലയങ്ങളെ ആ ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കാനും വീണ്ടെടുക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അധ്യയന നിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവശേഷിക്കുന്ന വിദ്യാലയങ്ങൾ പുതിയ മന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ള ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. 72,27,09,361 രൂപ വരവും 70,97,623 രൂപ ചിലവും 1,32,90,738 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് കൗൺസിലിൽ അവതരിപ്പിച്ചത്. ബഡ്ജറ്റിന്മേലുള്ള ചർച്ച നാളെ 11 മണിക്ക് കൗൺസിൽ ഹാളിൽ നടക്കും. 26-27 വർഷത്തെ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. ഈ പട്ടണത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനവും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തെയും മുൻനിർത്തിയാണ് ഈ ബഡ്ജറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ടൗൺ ഹാളിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് അതുപോലെ തന്നെ 14 കോടിയോളം രൂപ ചെലവ് ചെയ്ത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ടൗണിലിപ്പോൾ അമൃതം പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകൾക്കും പൈപ്പ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അവശേഷിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ അത് കൊടുക്കുകയും ചെയ്യും. എല്ലാവിടെയും കൊടുത്ത് ഇനി അവിടെയും ഇവിടെയും നമ്പറിങ്ങിന്റെ പ്രശ്നം സാങ്കേതിക വിഷയങ്ങളുള്ളതുകൊണ്ടാണ് കൊടുക്കാത്തത്. കൊടുത്തു കഴിഞ്ഞാൽ ആ എല്ലാ വീടുകളിലും സുഗമമായി വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരുപക്ഷെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആരംഭിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അത് നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ മാലിന്യ സംസ്കരണത്തിനായി 25 കോടി രൂപ സർക്കാർ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പദ്ധതികൾക്കും ഈ ബഡ്ജറ്റിൽ രൂപ നൽകുകയും ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് 8 കോടി രൂപ ചെലവ് ചെയ്ത് നവീകരിക്കുകയും അവിടെ പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുകയുമാണ്. സ്റ്റാർട്ടർ ഹൗസിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ്. ആധുനിക സംവിധാനങ്ങളോടെയുള്ള സ്റ്റാർട്ടർ ഹൗസ് ആണ്. പിന്നെ ഇതില് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായിട്ടുള്ള പങ്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമഗ്രമായി മോടി പിടിപ്പിക്കും. നല്ല നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ മോടി പിടിപ്പിക്കുന്നുണ്ട്. അവനവഞ്ചേരി ഭാഗത്ത് തടയണം. ഇന്നത്തെ സംവിധാനം വച്ചിട്ട് രൂക്ഷമായൊരു വരൾച്ചയുണ്ടായാൽ നമ്മുടെ പമ്പിംഗ് കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ജലം ലഭ്യമല്ലാതെ വരും. അത് പരിഹരിക്കുന്നതിന് വേണ്ടി തടയണ അത് നഗരസഭയുടെ ഫണ്ടിങ്ങിൽ മാത്രം നിൽക്കുന്നതല്ല. അതിനുവേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുന്നു. അത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടും. TB ജംഗ്ഷൻ പാർക്ക് നാട്ടുകാരുടെ വലിയ നാളത്തെ ആവശ്യമാണ്. നമ്മൾ ആ പാർക്ക്
പ്രവർത്തനക്ഷമമായി കൊണ്ടുവന്നതാണ്. അപ്പോഴത്തേക്കും ദേശീയപാതയുടെ വികസനം ഉണ്ടാവുകയും ആ പാർക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അതിപ്പോൾ ഉപയോഗപ്രദമല്ല. അത് നല്ല രീതിയിൽ അതിൻ്റെ റൂഫിംഗ് ഉൾപ്പെടെ നടത്തി ഉപയോഗപ്രദമാക്കുന്നതിനുള്ള പദ്ധതി ഉണ്ടാകും. 35 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ പാർക്ക് വീണ്ടും മോടി പിടിപ്പിക്കുന്നുണ്ട്. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.